ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ടോപ്പ് തയ്ക്കാൻ പോകുന്നുണ്ട്. 36 ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. 36 സൈസുള്ള ഒരു ടോപ്പാണ് തയ്ക്കണത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൻ്റെ അളവൊക്കെ ഇതിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ അളവെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് 36ൻ്റെ ഒരു ടോപ്പ് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിനെ കറക്റ്റായിട്ട് വെക്കുക. അതിൽ ഫ്രണ്ടും ബാക്കും തന്നെ തന്നതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് കറക്റ്റായിട്ട് വെക്കുക. നമുക്ക് ഷോൾഡർ ഇതിൽ 14 നമ്മൾ പകുതിയായിട്ട് എടുക്കുമ്പോൾ 7 ഇഞ്ചാണ്. അതിൽ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 4 ഇഞ്ച് നമ്മൾ ഷോൾഡർ വിഡ്ത്തുമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ വിഡ്ത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് താഴോട്ട് ഒരു 7.2 അല്ലെങ്കിൽ 7.5 അതിൽ നമ്മൾ മാർക്ക് കൊടുക്കുക. ആം ഹോൾ വരുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 36ൻ്റെ ഒരു സൈസിൻ്റെ ഒരു ടോപ്പാണല്ലോ. അപ്പം നമ്മളതിനെ ഒരു 4 ആക്കിയിട്ട് ഭാഗിക്കുക. 36ൻ്റെ 4 ഭാഗം എടുക്കുക. എന്നിട്ട് ഒരു 2 കൂടി ചേർക്കുക. 1.5 2 ഇഞ്ചോ നിങ്ങൾ സീം അലവൻസ് എടുക്കുക. അതായത് സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മൾ സൈഡിൽ ഗ്യാപ്പ് ഇടുമല്ലോ, ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഗ്യാപ്പും കൂടി ചേർത്തിട്ട് വേണം എടുക്കണമെങ്കിൽ. ഇപ്പോൾ 36 അല്ലെങ്കിൽ 38 ആണെങ്കിലും നമ്മൾ ആ സൈസ് എടുക്കണ്ടല്ലോ. ഇപ്പോൾ 38 ആണെങ്കിൽ അതിൻ്റെ പാതി എടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ പാതി എടുക്കുക. അങ്ങനെ 4 ഭാഗം എടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ കേട്ടോ. എന്നാൽ നമ്മൾ മുകളിൽ നിന്നിട്ട് താഴോട്ട് വേസ്റ്റ്, നമ്മുടെ ഈ കുറുകിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ അടയാളപ്പെടുത്തുക. അവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് ആണ് മാർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെസ്റ്റ് 36 വരുന്നുണ്ട്, വേസ്റ്റ് 2 ഇഞ്ച് കുറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് 34ൻ്റെ 4 ഭാഗം എടുക്കുക കേട്ടോ. 4 ഭാഗം മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ 2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് അലവൻസിന് വിടണം. പിന്നെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ഹിപ്പിൻ്റെ ലെങ്ത്ത്, നമ്മുടെ ഓപ്പണൊക്കെ വരില്ലേ, ആ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ 20 എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു മാർക്ക് കൊടുക്കുക. വീണ്ടും 2 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് ചേർത്തിട്ട് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ആ സീം അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴോട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലൊരു ഷേപ്പ് കിട്ടും. അത് നമ്മൾ നേരെ താഴോട്ട്, അവിടെയാണ് നമുക്ക് ഹിപ്പിൻ്റെ ഓപ്പൺ തുടങ്ങുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാക്കിയാലും മതി കേട്ടോ. അത് നേരെ സ്ട്രൈറ്റായിട്ട് താഴോട്ട് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൻ്റെ പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിലും മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡീസൻ്റായിട്ട് വരും. എന്നിട്ട് ആം ഹോളിൻ്റെ ഒന്ന് കുഴിച്ചു വെട്ടണമല്ലോ, അപ്പോൾ അതിൻ്റെ പാതി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. കുഴിച്ചു വെട്ടുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി ഉള്ളിലോട്ട് ഒന്ന് കുഴിച്ചു വെട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് 5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. കുഴിച്ചു വെട്ടാനായിട്ട് 5 ഇഞ്ചാണ് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും താഴോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 5.5 6 കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. അതുപോലെ ബാക്ക് നെക്ക് നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതിൽ 3 ഇഞ്ചും ഫ്രണ്ടിൽ 5ഉം ബാക്കിൽ 3 കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി പീസ് ഉണ്ടല്ലോ, ഇതാണ് ബാക്ക് പീസ് വരുന്നത്. ഇതിനെ അങ്ങനെ കറക്റ്റായിട്ട് സൈഡൊക്കെ കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത ബിറ്റ് ഉണ്ടല്ലോ, അതിനെ തൂക്കിയിട്ട് മേലെ വയ്ക്കുക. അത് കണ്ടോ, ഇതുപോലെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് 40 സൈസാണ് കേട്ടോ. 40 ഇഞ്ച് സൈസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ തുണിയൊന്നും ഇതിലില്ല, 40 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എവിടെയും വെട്ടിക്കളയാനോ ഒന്നും ഒരു ശകലം പോലും തുണിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ബാക്കിന് 3 കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഇതിൽ ബാക്കിൽ 3 ഇഞ്ച്, അതുപോലെ വിഡ്ത്ത് 2ൽ 3 കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒപ്പമായിട്ട് വരും.
ബാക്കിലും ഫ്രണ്ടിലും ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണ മാത്രമേ ഉള്ളൂ. ക്യാൻവാസ് വെച്ച് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇത്ര ഉള്ളൂ പരിപാടി. കണ്ടോ, ഏതൊരാൾക്കും ചുരിദാർ തയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക്, അളവെടുത്ത് തയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ഇത്രേ ഉള്ളൂ നമ്മുടെ തുണി. അപ്പോൾ നമ്മളതിൽ അത്യാവശ്യം ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. ഞാനിതിൽ 15 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഒന്ന് വയ്ക്കുക, നമ്മൾ 4ആക്കി മടക്കുക. 19 ഇഞ്ചോളം വരുന്നുണ്ട്. നമ്മളിപ്പോൾ കസ്റ്റമറിന് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം തയ്ക്കുമ്പോൾ 15 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വിഡ്ത്ത് നോക്കുമ്പോൾ നമ്മൾ ആം ഹോൾ എത്ര കൊടുത്തിരിക്കുന്നത് വെച്ചാൽ +2 സീം അലവൻസ്. നമ്മൾ ആം ഹോൾ ഒരു 7.2 കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടിയിട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് വരും. 9.2 അല്ലെങ്കിൽ 9, 9.5 എടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് കണക്കാക്കുന്നത്. അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ അങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് വെട്ടി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ വെട്ടി മാറ്റാം. എനിക്കിതിലിപ്പോൾ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു 3 ഇഞ്ചോളം നമ്മൾ കുഴിച്ച് വെട്ടുന്നുണ്ട്, താഴോട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 5.5 ഇഞ്ചാണ് കൈയിൻ്റെ അടിവണ്ണം വയ്ക്കുന്നത്. 1 ഇഞ്ചോളം നമ്മൾ ലൂസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6.5 ഇഞ്ച് മാർക്ക് കൊടുക്കുക. താഴെ ഉണ്ടാവും, ഞാൻ 3 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയിൻ്റെ ആ ഷേപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് ഒരു എസിൻ്റെ ആകൃതിയിലൊന്ന് വെട്ടിക്കൊടുക്കുക. ഇതിലിപ്പോൾ കറക്റ്റായിട്ടുള്ള തുണിയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ സൈഡിൽ തടിയുള്ളവരുടെ കൈയൊക്കെ ആണെങ്കിൽ ബിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റിനുള്ള തുണിയേ ഉള്ളൂ. എവിടെയും ബിറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സൈഡിൽ ഈ എക്സ്ട്രാ വരുന്ന ബിറ്റ് മാത്രമേ നമുക്ക് കട്ടിങ്സിൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് വെട്ടുമ്പോഴൊക്കെ സൂക്ഷിച്ച് സ്ലീവ് വെട്ടേണ്ടതാണ് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടും ബാക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ച് വെട്ടുക. ടോപ്പിൻ്റെ നമ്മൾ ഫ്രണ്ട് വെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. ഒരു ലൈറ്റായിട്ട് ഒരു 1/4 ഇഞ്ചെങ്കിലും വെട്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കയ്യിൻ്റെ കച്ചം പിടിക്കാതിരിക്കുകയുള്ളൂ. അതിൽ നമ്മൾ സ്ലീവ് ഇതുപോലെ ഉണ്ടോ 1/2 ഇഞ്ച് ഒന്ന് വെട്ടിക്കൊടുത്തു. ഫ്രണ്ടും ബാക്കും മാറാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻസിലിലോ എന്തെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് കറക്റ്റായിട്ട് അതേപോലെ വെട്ടിയെടുക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ.